അല്ല ശിവേട്ടൻ പണ്ടറ ബുദ്ധിക്കാരനല്ലേ? ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കമന്റിന്റെ ഒരു യൂട്യൂബിലും അതിലും ഇതിൽ കണ്ടൊരു കമന്റ് സെക്ഷനിൽ ഞാൻ ചോദിക്കാൻ എന്റെ നാടകമല്ല, മര്യാദക്ക് പറ. രേണു സുധീൻ ദാസേട്ടൻ കോഴിക്കോട് ഏട്ടനും അവിഹിതമാണെന്നാണ് സോഷ്യൽ മീഡിയയിലെ ഒരു ഇത്. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. ഏത് സോഷ്യൽ മീഡിയ എവിടെ പറഞ്ഞു? ഞാൻ കണ്ട കമന്റ്സ് ആണ്. കമന്റ്സ് കണ്ടതാ. കമന്റ്സ് ഇടുന്ന ആൾക്കാർ ഇപ്പൊ കള്ളുപിടിച്ച ആൾക്കാർ കമന്റ് ഇടും, എന്താ പറയാ ഡിസോർഡർ ആയ ആൾക്കാർ കമന്റ് ഇടും, പല ആൾക്കാരും കമന്റ് ഇടും. ആ കമന്റിൽ ഏറ്റുപിടിച്ച് സത്യമാണോ തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. അതിൽ അത്രയും ക്ലോസ് സീക്വൻസ് അഭിനയിച്ചുകൊണ്ട് ആൾക്കാർ ക്ലോസ് സീക്വൻസ് ആൾക്കാരൊക്കെ അഭിഹിതാണോ? ക്ലോസ് സീക്വൻസ് അഭിനയിച്ച ആൾക്കാരൊക്കെ അഭിഹിതാണോ? അതല്ല ഉദ്ദേശം. അങ്ങനെയല്ല, ഞാനും മോളും കൂടി ഒരുമിച്ച് റീൽസ് ചെയ്യാൻ പോകുന്നു. നമ്മളെ ക്ലോസ് ആയി റീൽസ് ചെയ്തു, നമ്മൾ അഭിഹിതാണോ? അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ നമ്മളൊരു കമന്റ് കണ്ടു കഴിഞ്ഞാൽ രേണുവിനെ വിളിച്ചു ചോദിക്കുക, എന്നെ വിളിച്ചു ചോദിക്കുക, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഉണ്ടോ? അപ്പൊ നിന്റെ സംശയം അവിടെ തീരും. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അപ്പൊ കമന്റുകൾ നോക്കിയിട്ടല്ല ഒരു ആങ്കർ നടത്തേണ്ടത്. കമന്റ് ഇട്ട വ്യക്തിന്റെ അക്കൗണ്ട് കയറിയാൽ റിയൽ ആണോ ഫേക്ക് ആണോ അത് നോക്കണം. അതൊരു ഇന്റർവ്യൂ നടത്തുന്നത് ആങ്കറെ കടമയാണ്. എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, ഞാൻ ആയിക്കോട്ടെ, ഞാൻ വളരെ ചിരിച്ചുകൊണ്ട് മറുപടി ഇടുന്ന ആളാണ്, ഒരാളും പ്രകോപിപ്പിക്കുന്ന ആളല്ല. പക്ഷെ പ്രകോപനം വേണമെന്നുണ്ട്, അതിനപ്പുറം ഞാൻ പ്രകോപിപ്പിക്കും. എനിക്കതിന് യാതൊരു മടിയില്ല. ഇത് ചേട്ടൻ ചൂടാവണമെന്നല്ല എനിക്കറിയാം, ടോണല്ലേ ഇത്. ഞാൻ ശരിക്കും ചൂടായതാണ്. എന്റെ കൂടെ അഭിനയിച്ച കുറെ ആക്ട്രസിലെ കൂട്ടത്തിൽ ഒരു ആക്ട്രസിനെ ഞാൻ അഭിഹിതം എന്ന് ചോദിക്കുന്നത് ഒരാളെ അപമാനിക്കുന്നില്ല. ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഞാൻ ചോദിച്ച പോലെ കമന്റ് ഇടുന്ന ആൾക്കാർ പല ടൈപ്പ് ആൾക്കാരാ. ആ കമന്റിന് അവർക്ക് മറുപടി പറയുന്ന ബാധ്യത എനിക്കില്ല. പക്ഷെ അത് ഏറ്റുപിടിച്ചുകൊണ്ട് ചോദിക്കാൻ പാടില്ല. ഞാനത് ചോദിക്കരുതായിരുന്നു. ഏതെങ്കിലും ഒരു ഫേക്ക് അക്കൗണ്ടിൽ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അത് കാണിച്ചോണ്ട എനിക്ക് ആ കമന്റ് എനിക്ക് കാണിച്ചോണ്ട. എന്താ ഉറക്കം വരുന്നു? ആ കമന്റ് എനിക്ക് കാണിക്കണം. അത് നിങ്ങൾ ആങ്കർ നടത്തുന്ന സമയത്ത് ആ കമന്റ് സ്ക്രീൻഷോട്ട് എനിക്ക് കാണിച്ചു തരണം. ഞാനിത് ഒത്തിരി പ്രാവശ്യം കണ്ടിട്ടുള്ളത്. കമന്റ് സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് കാണിച്ചു തരണം. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. എന്നെ വിളിച്ചു വരുത്തി എന്നെ വിളിച്ചത് നമ്മൾ ഇന്റർവ്യൂ ചെയ്യുകയാണെങ്കിൽ ഈ കമന്റ് ഇങ്ങനെ കണ്ടു ദാസേട്ടൻ കോഴിക്കോട്, ഇതിന്റെ അവസ്ഥ എന്താ? എടുക്കണം. ഒന്നെടുത്താ മതി. ഏതെങ്കിലും എടുത്തില്ലല്ലോ. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. ഉറപ്പുണ്ട് ഇങ്ങനെ ഒരു കമന്റ്സ് വന്നിട്ടുള്ള കാര്യം ഞാൻ കണ്ടിട്ടില്ല. പല തെറികൾ എനിക്ക്, പക്ഷെ ഇങ്ങനത്തെ കമന്റ് ഞാൻ കണ്ടിട്ടില്ല. ആ കമന്റ് എനിക്ക് കാണിച്ചു തരും, ഞാൻ സത്യാവസ്ഥ വിളിക്കും. വീട്ടിൽ ചെന്ന പിള്ളേരുടെ ചോദ്യം, ഇവിടെ വന്ന സാറിന്റെ ചോദ്യം, എന്നിട്ട് ഞാൻ ഇവർ രണ്ടുപേരുടെ മുന്നിൽ ചോദ്യം എന്നെ പോലെ നിൽക്കുക. ഇത്രയും ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ പണ്ടേ ഞാൻ കളക്ടറായ. ആ ചോദിച്ചതിന് മറുപടി യെസ് ഓർ നോ അല്ല പറഞ്ഞത്. ഞാൻ റൂട്ടിൽ കൂടെ മാറി വന്ന് അവിടെ എത്തിയത്. മോള് പറഞ്ഞിടത്ത് അവിടെ എത്തിയത്. അതാ എന്റെ മറുപടി. ഇനി ഇത് ആവർത്തിക്കരുത്. ആരും കണ്ടിട്ടില്ല. ദയവേദി ഇക്കാര്യം പുറത്ത് ആരോടും പറയരുത്. എനിക്കത് ക്ഷീണ. ആരും അറിയില്ല മല്ലയ്യ. ശരി, ചത്താ ഞാൻ നാളെ വരാം. അല്ല, ചത്തില്ലെങ്കിൽ ഞാൻ നാളെ വരാം.